എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു യൂണിഫോം ഷർട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇതിൽ തുണിയുള്ളത് 1,60 വീതി 44 ഇഞ്ച് വീതിയുണ്ട്. അപ്പോൾ ഇതൊരു ഖാദി ബോർഡിൻ്റെ കട്ടിയുള്ള തുണിയാണ്. അപ്പോൾ ഇതിൽ വന്നിട്ട് 2 ഷർട്ട് അടിക്കാം. 1,60 ഉണ്ട്. ചെറിയൊരു LKG UKG ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഷർട്ടാണ്. നമ്മൾ ഇതിൽ ഒന്നാണ് കട്ട് ചെയ്ത് അടിക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം. ഇനി ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിടുക. ഇതുപോലെ ഈ കരഭാഗം രണ്ടും കൂടെ ചേർത്തിട്ട് മടക്കിയിടുക. ഇവിടെ ഇതേപോലെ ഒരു സ്ട്രൈറ്റ് വാരി ഇടാം. എന്നിട്ട് ഈ കരഭാഗം ഒഴിവാക്കാനാണ്. അതിനുശേഷം ഒരു 2 ഇഞ്ച് ഫ്രണ്ട് പട്ടിക്ക് മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ ഒന്ന് സ്ട്രൈറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഇറക്കം 16 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻറ്റിന് വിട്ടിട്ട് ഇവിടെ 16 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ 1 ഇഞ്ച് ബോട്ടം മടക്കി അടിക്കാൻ വേണ്ടി മാർക്ക് ചെയ്യുക. ഇനി ഇതിനൊപ്പം വെച്ചിട്ട് ചെസ്റ്റിൻ്റെ 4 ഭാഗം മാർക്ക് ചെയ്യുക. ഇത് ആം ഹോൾ ലെങ്ത് ആണ്. അതുപോലെ ഷോൾഡർ ഡൗൺ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത് ഷോൾഡറിൻ്റെ 10 ഭാഗം മാർക്ക് ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ ഇവിടുത്തെ ബോട്ടത്തിൽ നിന്ന് ഇതുവരേക്കുള്ള അകലം എടുക്കുക 13 ഇഞ്ച്. ഇതിൻ്റെ പകുതി 6.5 വരും. എന്നൊരു 2 ഇഞ്ച് മുകളിലേക്ക് ഒരു മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു 1/2 ഇഞ്ച് ഷേപ്പ് കൊടുക്കാനാണ്. ഇനി ഇതൊന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കാം. ഇനി ഇതിൻ്റെ ഷോൾഡർ 10 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 5 ഇഞ്ച് 1/2 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ട് 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ ചെസ്റ്റ് വന്നിട്ട് 20 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 5 ഇഞ്ച് 2 ഇഞ്ച് എക്സ്ട്രാ ഇടുക. ഇത് തയ്യൽത്തുമ്പും കൂടെ ചേർത്തിട്ടാണ് 1/2 ഇഞ്ച് നമുക്കിവിടെ തയ്യൽത്തുമ്പ് കിട്ടും. ഇവിടെ 1/2 ഇഞ്ച് കുറച്ചിടുക. 6 ഇഞ്ച് ഇട്ടാൽ മതി. ഇവിടെ 7 ഇഞ്ച്, ഇവിടെ 6 ഇഞ്ച്, ഇവിടെയും 7 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം. ഇനി കോളർ വേണ്ടത് 10.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 5 ഭാഗം ഏകദേശം 2 ഇഞ്ച് 1/2 പോയിൻ്റ് ഉണ്ടാവും. അത് മാർക്ക് ചെയ്യുക. ഇവിടെയും അതേ അകലം തന്നെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് നെക്ക് വരയ്ക്കാം. ഇപ്പോൾ ഇതേപോലെ വരച്ചെടുക്കുക. ഇവിടെ ഇങ്ങോട്ട് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വരയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ആം ഹോൾ വരയ്ക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രണ്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അധികം വണ്ണമില്ലാത്ത കുട്ടി ആയതുകൊണ്ടാണ് നമ്മളിവിടെ 1/2 ഇഞ്ച് ഷേപ്പ് കൊടുത്തിരിക്കുന്നത്. വണ്ണമുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ ബാക്ക് കട്ട് ചെയ്യാം. ബാക്ക് ഇതിങ്ങനെ തിരിച്ചിടുക. എന്നിട്ട് ഇവിടെ നമ്മൾ ആകെ ഇട്ടത് 7 ഇഞ്ചാണ്. ഇതിന്ന് ഒരു 1/2 ഇഞ്ച് കുറച്ചിടാം. 6 ഇഞ്ച് ഇട്ടാൽ മതി. ഇത് സൈഡിൽ നമ്മൾ ഓവർലോക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 1/2 ഇഞ്ച് കുറച്ചിടുക. എന്നിട്ട് ഇതേപോലെ മടക്കിയെടുക്കുക. ഇത് നമുക്ക് ഫ്രണ്ട് പട്ടിയുടെ വീതി വയ്ക്കുന്ന 1 ഇഞ്ചാണ്. അപ്പോൾ 1/2 ഇഞ്ചിൽ നമുക്കിവിടെ ബട്ടൺ ഹോൾ വരും. അപ്പോൾ ആ 1/2 ഇഞ്ചാണ് നമ്മളിവിടെ എക്സ്ട്രാ ഇട്ടിരിക്കുന്നത്. ഷോൾഡറിനൊപ്പം ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുക.
ഇവിടെ നമ്മൾ ഷോൾഡറിൻ്റെ വീതി ഇട്ടത് 5.5 ഇഞ്ചാണ്. അതായത് 10 ഇഞ്ചിൻ്റെ പകുതി 5, അരഞ്ച് തയ്യത്തുമ്പോൾ കൂടെ ചേർത്തിട്ട് 5.5 ഇഞ്ച്. ഇവിടെ ഒരു 1/4 ഇഞ്ച് കുറയ്ക്കുക, 5.25 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. അതിനുശേഷം ഈ ലൈനിനൊപ്പം വരയ്ക്കുക. എന്നിട്ട് ഇവിടെ ഇതേപോലെ ബാക്ക് ആമോൾ വരയ്ക്കുക. ബാക്കി ഇതിനൊപ്പം തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇവിടുന്ന് നമുക്കിതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവിൻ്റെ ഇറക്കം 5 ഇഞ്ചാണ് വേണ്ടത്. ഒരു 2-2.5 ഇഞ്ച് അധികം ഇട്ടിട്ട് നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഇതേപോലെ മടക്കിയിട്ട് ഒന്നുകൂടെ മടക്കുക. സ്ലീവ് ഇവിടെ മടക്കി അടിക്കാൻ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. സ്ലീവിൻ്റെ ഇറക്കം 5 ഇഞ്ചാണ്. ഒരു 3/4 ഇഞ്ച് ഇവിടെ തയ്യത്തുമ്പിടുക. ഇവിടെ നമ്മൾ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് അടിക്കുകയാണ് ചെയ്യുന്നത്. സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ ഓവർലോക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് 5.5ക്ക് പകരം 5.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇനി ഇങ്ങോട്ട് കുഴിച്ച് മാർക്ക് ചെയ്യുന്നത് 2 ഇഞ്ചാണ്. അത് ചെസ്റ്റിൻ്റെ 8-1 ഭാഗം -1/2 ഇഞ്ച്. ചെസ്റ്റിൻ്റെ 8-1 ഭാഗം എന്ന് പറയുമ്പോൾ 2.5 ഇഞ്ച് വരും. അതിന് 1/2 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 2 ഇഞ്ച്. കുഴിച്ച് മാർക്ക് ചെയ്യാനുള്ള അകലം എങ്ങനെയാണ് കണക്കാക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് ആം ഹോൾ എത്ര വേണമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ അളക്കുക. ഇത് 5.25 ഇഞ്ച് വരുന്നുണ്ട്. ഒരു 3/4 ഇഞ്ച് കൂടുതൽ എടുക്കുക. അപ്പോൾ 6 ഇഞ്ച്. ഈ 6 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. ഇത് തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 6 ഇഞ്ച് മതി. ഇനി ഇവിടെ ഒന്ന് അളന്ന് നോക്കുക. 5.5 ഇഞ്ച് വരുന്നുണ്ട്. ഇങ്ങനെ നേരെ സ്ട്രൈറ്റ് ആയിട്ട് അളക്കുക. അപ്പോൾ ഇത് 5.5 വരുന്നുണ്ട്. ഇതൊന്ന് 1 ഇഞ്ച് കുറച്ചിട്ട് സ്ലീവിൻ്റെ റൗണ്ട് വെച്ചാൽ മതി. 4.5 ഇഞ്ച്. ഇനി ഇവിടെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇങ്ങോട്ട് ഷേപ്പ് വരയ്ക്കാം. ഏകദേശം ഒരു 1/2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ കട്ട് ചെയ്യാം. ഷോൾഡർ ഇതേപോലെ ആവശ്യത്തിനനുസരിച്ച് മടക്കിയെടുക്കുക. ഒരു 4 ഇഞ്ച് ഷോൾഡറിൻ്റെ വീതി കൊടുക്കാം. ഇവിടെ വന്നിട്ട് നമുക്ക് ഒരു 2 ഇഞ്ചും 1/2 പോയിൻ്റാണ് വെച്ചത്. ഇതൊരു 1/4 ഇഞ്ച് കൂട്ടി വയ്ക്കാം. 2.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇങ്ങോട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ ഷോൾഡർ ഡൗൺ ഇവിടെയും 1 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഈ ഇതൊന്ന് അളന്ന് നോക്കാം. ഇവിടെ 3.5 ഇഞ്ച് ഒരു പോയിൻറ്റും വരുന്നുണ്ട്. അപ്പോൾ ഈ 3.5 ഇഞ്ച് ഒരു പോയിൻറ്റും വരുന്ന ഇവിടെ അത് മാർക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ 5.25 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. ഒരു 1/4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇവിടുന്ന് ഒരു ഷോൾഡറും കൂടെ കട്ട് ചെയ്യാം. ഡബിൾ ഷോൾഡർ വേണം. ഇത് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യമുള്ളത് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇനി ഇതിലേക്കുള്ള കോളർ കട്ട് ചെയ്യാം.
അപ്പോൾ ഇതേപോലെ പശയുള്ള ഭാഗം ഉള്ളിലേക്കായിട്ട് മടക്കിയെടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു സ്ട്രൈറ്റ് ലൈൻ ഇടുക. ഒരു 3 ഇഞ്ച് വീതി ആകെ വെച്ചാൽ മതി. ഇവിടെ ഒരു 1.25 ഇഞ്ച് വീതിയിൽ ഇടയ്ക്ക് ഒരു ലൈനും കൂടി ഇടുക. ഇനി ഇതിൻ്റെ കോളർ വേണ്ടത് 10 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 5.25 ഇഞ്ചിൽ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. ഇതേപോലെ സ്ട്രൈറ്റ് ലൈൻ ഇടുക. അതിനുശേഷം ഒരു 3/4 ഇഞ്ച് ബൈൻഡ് മാർക്ക് ചെയ്യുക. ഇവിടെ ഇതുവരേക്കുള്ള അകലത്തിൻ്റെ 1/3 ഭാഗം ഇവിടെ മാർക്ക് ചെയ്യുക. 1.25 ഇഞ്ച് വരുന്നുണ്ട്. അതേപോലെ ഇവിടെ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതേപോലെ വരയ്ക്കുക. ഇവിടെ ഈ ബൈൻഡ് വരയ്ക്കുള്ള അതിൻ്റെ 1/3 ഭാഗം മാർക്ക് ചെയ്യുക. ഇതുവരെ മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതുപോലെ കോളർ പോയിന്റ് ഇവിടെ ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുക. ഇവിടെ ഇതേപോലെ വരയ്ക്കുക. ഇവിടെ ഇതേപോലെ വരയ്ക്കുക. ഇവിടെ സ്ട്രെയിറ്റ് കൊടുത്താൽ മതി. കോളർ പോയിന്റ് കൂടുതൽ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ, കോളർ പോയിന്റ് കൂടുതൽ വേണമെങ്കിൽ ഇതേപോലെ ഇങ്ങോട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇവിടെ വന്നിട്ട് ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യുക. അതുപോലെ ഇവിടെ ഒരു 1/4 ഇഞ്ച് ഇവിടെ മുകളിലേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇതേപോലെ മാർക്ക് ചെയ്യുക. ഈ 1/4 ഇഞ്ച് ഇവിടെ ചെരിച്ച് മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു 1/4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്ന് ഇതിലേക്ക് ഈ പോയിന്റിലേക്ക് മാർക്ക് ചെയ്യുക. ഇനി ഇത് കട്ട് ചെയ്യാം. ഇനി ഇതിങ്ങനെ വെച്ചിട്ട് തുണിയിൽ ഒട്ടിച്ചെടുത്താൽ മതി. ഇവിടെ വന്നിട്ട് ക്യാൻവാസിൽ നമ്മൾ തയ്യത്തുമ്പ് വരും. ഇവിടെ വന്നിട്ട് തുണിയിൽ തയ്യത്തുമ്പ് എക്സ്ട്രാ ഇട്ടാൽ മതി. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് അടുത്ത ഭാഗമായിട്ട് കാണിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.